നമുക്കില്ല വിഷുവിനും ഓണത്തിനും മാത്രം വേണ്ടിവരുന്ന ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു. സാരി വർക്ക് ചെയ്യാം, ആ സാരി പിന്നെ പിള്ളേരെ കുപ്പായം അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഇപ്രാവശ്യം അതിൽ നിന്ന് നേരെ മാറിയിട്ട് നമുക്ക് കിട്ടിയൊരു സാധനം എന്ന് പറഞ്ഞാൽ മുണ്ട കേട്ടോ. സുരഭി കുറേ മുണ്ട് കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ മുണ്ടിന് വർക്ക് ചെയ്തിട്ട് കണ്ടു. അതായത് അവര് ഓൾറെഡി മറ്റേ എന്താ പറയാ ഈ നെയ്ത്താറെടുക്കുന്ന തന്നെ വാങ്ങിയിട്ടുള്ള മുണ്ടിൽ ചെയ്ത സാധനങ്ങൾ കണ്ടു. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യണമെന്ന് ഒക്കെ അത് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 5 മുണ്ടുണ്ട്. 5 മുണ്ടിൽ കുറച്ച് സംഭവം എംബ്രോയിഡറി ആയിട്ടും കുറച്ച് സംഭവം പെയിന്റിങ് ആയിട്ടും ആട്ടോ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം പെയിന്റിങ് അങ്ങ് തീർത്ത് കളയാം. അപ്പൊ പിന്നെ നമുക്ക് എംബ്രോയിഡറി കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇപ്പം ഇത്രയും ഉണ്ട് കേട്ടോ. അതില് നിറച്ചുണ്ട് സംഭവം. ഇതിന്റെ തോർത്തല്ല, രാവിലെ കണ്ണം കൊണ്ടിട്ടതായിരിക്കും മിക്കവാറും. അപ്പൊ ഇത്രയും ഉണ്ട്. ഇതിലെല്ലാം നിറച്ചുണ്ട്. ഇത് നമ്മുടെ വിഷു കളക്ഷനായിട്ട് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാ. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്താൽ ഇതുപോലത്തെ സംഭവങ്ങൾ കിട്ടും കേട്ടോ. അവളോടൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കുണ്ടല്ലോ ഡിസൈന് മുണ്ടിലേക്ക് വരക്കണം കേട്ടോ. അപ്പം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമായിരുന്നു. നമ്മൾ ഏകദേശം ഒരു അളവെടുത്തിട്ട് കറക്റ്റായിട്ട് വരണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു അളവെടുത്തിട്ട് അതിൻ്റെ ഡോട്ട് കൊടുത്തിട്ടാട്ടോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. വരച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ അത് ഞാൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ നേരെ കയറിയത് നമ്മൾ എംബ്രോയിഡറിയിലേക്കായിരുന്നു. എംബ്രോയിഡറി ചെയ്യുമ്പം ഞാൻ ആദ്യം കാന്ത സ്റ്റിച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സാധാ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കും ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക. ഇത് നല്ല പണിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കംപ്ലീറ്റ് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഒരു നല്ലൊരു ബ്ലാക്ക് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒടുക്കത്തെ പണിയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഡിസൈനാട്ടോ പിന്നെ നമ്മൾ ആ ഡിസൈൻ അങ്ങനെ തന്നെ വരച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വരച്ചപ്പോഴത്തേനും ഇത് ഭയങ്കര ലൈറ്റായിപ്പോയി. കാണുമ്പോൾ ഒരു എടുപ്പില്ലാത്ത പോലെ. പിന്നെ കുറേ അങ്ങും ഇങ്ങെല്ലാം മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിർത്തി. പിന്നെ ഞാൻ ലാസ്റ്റ് ആദ്യം അതിന് കുറച്ചും കൂടി എന്താ പറയുക കട്ടിയാക്കി കൊടുത്തിട്ട്. അപ്പോൾ കട്ടിയാക്കുമ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനും ഇത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് മാറ്റിയിട്ട് നമ്മൾ അടുത്ത സംഭവം തുടങ്ങി. അടുത്ത സംഭവത്തിൽ കുറച്ച് ഡിസൈൻ വേറൊരു ടൈപ്പ്. ഈ ഡിസൈനും ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു കോണ് പോലെ കൊടുത്തിട്ട് വിടുക കേട്ടോ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സംഭവം കൂടി ചെയ്ത്. അപ്പം നമ്മൾ ആ ഒരു ഇതെടുത്ത സമയത്ത് മുണ്ട് ഒന്നും മോശമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് 4 ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സമയത്തിന് എനിക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതിന് വലിയ കാര്യം. കാരണം ഇവരുടെയൊക്കെ ഇതെല്ലാം ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ കോണ് പോലെ ആക്കിയിട്ട് ഉള്ളിൽ നമ്മൾ നേരത്തെ എംബ്രോയിഡറിക്ക് കൊടുത്തില്ല അതുപോലെ കുറച്ച് ഇതായിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ മൊത്തം ഇങ്ങനെ കോണ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഡിസൈൻ വരെ എന്താ പറയുക കൈ കൊണ്ട് അങ്ങനെ എനിക്ക് നമുക്കൊരു ഐഡിയ വരുമല്ലോ. ആ ഒരു ലെവലിൽ അങ്ങനെ ചെയ്തു കൊടുത്ത ഡിസൈനായിരുന്നു. അതും അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്ത് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം ഞാൻ എന്താ പറയുക ഓണം വിഷുവും ആ ഒരു ടൈം മാത്രം ചെയ്തുകൊണ്ടുണ്ടായ പരിപാടിയായിരുന്നു. ഇതിപ്പം നമ്മൾ ഈദിന് വേണ്ടിയിട്ട് ഇറക്കി. ഈദ് തന്നെയല്ലേ പറയുക, പെരുന്നാളിൻ്റെ ടൈം. ആ ടൈം വേണ്ടിയിട്ട് ഇറക്കിയതായിരുന്നു. അപ്പോൾ ഇത് അവിടെയുള്ള ആൾക്കാർ തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് അത് ഒന്നും കൂടി ഒന്ന് കട്ടിയാക്കി കൊടുത്തപ്പോഴത്തേനും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് പരിപാടി 4 ഇതും തീർന്നു കേട്ടോ. മുണ്ടിങ്ങനെ നിലത്തിട്ട് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണം കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് അടിയിൽ ഇതെല്ലാം കൊടുത്ത് പേപ്പറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം പിന്നെ അതിന് എന്താ പറയുക ചളിയാവോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൈയെല്ലാം കഴുകി അങ്ങനെ മാത്രമേ എൻ്റെ എല്ലാം കൈ കഴുകി ഇങ്ങനെ ഒരു മണ്ണ് പിടിക്കുന്ന ടൈപ്പ് കൈയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കൈ കഴുകിയിട്ട് മാത്രമേ ചെയ്തുകൊണ്ട് നിൽക്കുള്ളൂ. പക്ഷെ ഇത് ക്ലോത്ത് അത്ര പോരാട്ടോ. വെച്ചാൽ ഇവരെ വാങ്ങിയ ക്ലോത്ത് ശരിയല്ലാന്ന് തോന്നും. എനിക്കിപ്പം വെറുതെ ഇതാക്കി നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സാമ്പിൾ ചെയ്തേ ഉള്ളൂ. ഓക്കെ ആണെങ്കിൽ വേറെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യണം എന്തായാലും. എനിക്ക് സംഭവം നല്ല ഇഷ്ടമായി കേട്ടോ. വെറൈറ്റി അല്ലേ. പിന്നെ ഇത് ഡൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും.
അങ്ങനെ നമ്മളെ ഇത് മുണ്ടിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 വർക്ക് ചെയ്ത് തീർത്തു. ഇത് അന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് അന്ന് രാവിലത്തെ അവസ്ഥ കേട്ടോ. എനിക്കിത് ഒരാഴ്ച മുന്നേ തന്ന സാധനങ്ങളായിരുന്നു. പക്ഷെ നമ്മളെങ്ങനെ പോയാലും അത് ആ ഒരു ദിവസം ഈ എക്സാമിനെല്ലാം നമ്മൾ അന്ന് പോയിട്ട് പഠിക്കുന്ന ഒരവസ്ഥയില്ല. അതുതന്നെയാണ് എൻ്റെ കേസിലും. ഞാൻ അന്ന് മാത്രമായിട്ട് ചെയ്യാനിരിക്കുക. പക്ഷേങ്കിൽ കറക്റ്റ് ടൈമിന് സാധനം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് വലിയ വിഷയമില്ല. എടുപിടിയെന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാം തീർക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നേരത്തെ കാലത്തെ ചെയ്ത് തീർത്താൽ എനിക്കും തോന്നിയത്. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് കൂടുതലും ചെയ്യാൻ ഇഷ്ടം. ഇനിയിപ്പം മുണ്ട് ആ ഇല്ല പോലെ തന്നെ മടക്കി സെറ്റാക്കി. ഞാനിത് അയൺ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അവരവിടെ നിന്ന് അയൺ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയണൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ രാവിലെ സുരഭി വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ആയിട്ടില്ലേ, നാളത്തേക്ക് വേണം, നാളെ പെരുന്നാളല്ലേ, അപ്പോഴത്തേക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. കാരണം എന്നോട് ആദ്യം വിഷുവിൻ്റെ ഷൂട്ടിങ്ങിന് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു എടുത്തത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഈദിൻ്റെത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം ഫുള്ളും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം എടുത്തു വെച്ച് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 4 ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. വെറുതെ സാമ്പിൾ മാത്രം ചെയ്തതാണ്. പക്ഷെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് പറയണം. നമ്മ ഓർക്കണീറ്റ് എനിക്ക് പിരാത് വരും. ഒന്നാമത് എൻ്റെ കഴുത്ത് ഒളുക്കിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വേദന കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ചെയ്യണമെന്നുണ്ട്. ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ബൈ.